ഹായ്, ഞാനിപ്പോൾ ഉണ്ടല്ലോ നിങ്ങളെ ഒരു സാധനം കാണിച്ചു തരാവേ. മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ പരിസരത്തെല്ലാം ഇതങ്ങോട്ട് വളരും. റോഡിൻ്റെ രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പഴമാണെന്ന് ഓർത്തുകൊണ്ടുണ്ടല്ലോ നമ്മളിത് പറിച്ച് തിന്നുകയും ചെയ്യും. കൊച്ചുപിള്ളേരൊക്കെ ഉള്ളിടത്തുണ്ടല്ലോ ഇത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കൊച്ചുപിള്ളേർക്കെന്നല്ല, നമ്മളെപ്പോലെ കറുവായവർക്കും നമുക്കറിയത്തില്ല ഇത് ഭയങ്കരമായിട്ട് വിഷമുള്ള ഒരു സംഭവമാണെന്ന്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഇതാണ് ആ സംഭവം. ഇതിൻ്റെ പേരുണ്ടല്ലോ രത്നനെല്ലി എന്നാ പേര്. ഇതുണ്ടോ, ഇതിൻ്റെ ഈ കായുടെ ഭംഗിയുണ്ടോ? ഇത് കണ്ടോണ്ടുണ്ടല്ലോ പിള്ളേർ ഇത് പൊട്ടിച്ചെടുത്ത് വായിലിട്ട് കഴിക്കും. കൊടിയ വിഷമാണ് ഇത്. ഞാൻ ഇന്നാൾ നിങ്ങളെ കാണിച്ചില്ല, ഞാൻ ഒതളങ്ങയുടെ വിഷം പോലെ തന്നെ ഇതിനും വിഷമുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇത് പറിച്ച് നശിപ്പിച്ച് കളഞ്ഞേക്കണം. ഇത് ഒരായുർവേദ മരുന്നോ ഒന്നുമല്ല. അതുപോലെ തന്നെ വഴി സൈഡിൽ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം പിള്ളേർ പറിക്കാതിരിക്കാൻ അവരോടും പറഞ്ഞു കൊടുക്കണം. ഇത് ഇന്ന സാധനമാണ്, വിഷമാണ്, കുഞ്ഞുങ്ങളോട് പറിച്ച് തിന്നരുത് എന്ന് പിള്ളേരെ കറക്റ്റായിട്ട് ഇത് കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം കേട്ടോ. നിങ്ങൾ മറന്നു പോകരുത്. മഴക്കാലമായതുകൊണ്ട് ഇത് പിടിച്ച് വളർന്നു വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പം ടാറ്റാ, ബൈ ബൈ.